നമുക്ക് എൻ്റെ പറമ്പിലെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഞാൻ കുറേ തൈകളൊക്കെ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് പീനട്ട് എന്ന് പറയുന്ന സാധനം. ഇത് ഞാൻ നാസർ മാനുഖാൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത് നട്ടതാട്ടോ. ഇതിൻ്റെ തൈ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പഴുത്തിട്ട്. ഇത് സവർജല്ലിയുടെ മരം, സവർജല്ലി. ഇത് ലിച്ചിയുടെ മരമാണിത്. ഇത് മാജിക് ഫ്രൂട്ടിൻ്റെ തൈ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ. ഇത് മുന്തിരിവള്ളി, 2 മൂട് ഉണ്ട് ഇവിടെ മുന്തിരിൻ്റെ. ഇതൊരു കുള്ളൻ തെങ്ങിൻ തൈ ഞാൻ നട്ടതായിരുന്നു, കായ്ക്കുന്നുണ്ട്. ഇത് മൾബറി. ഇത് നല്ല കാപ്പി കളറുള്ള ബട്ടറാട്ടോ, ബട്ടറിൻ്റെ വലിയ ബട്ടറാകുന്നൊരു മരം. ഇപ്പോൾ പൂത്തിട്ടുണ്ട് സാധനം കുറേ. ഇത് എന്ത് മാങ്ങയാണെന്ന് എനിക്കറിയില്ല. മാവിൻ തൈ ഞാൻ ബെഡ് തൈ വാങ്ങി നട്ടതാണ്. ഇതാദ്യമായിട്ട് പൂക്കുകയാണ്. ഇതും വാങ്ങി നട്ടൊരു തയ്യാണ്. ഇത് പ്രാവശ്യം പൂത്തിട്ടുണ്ട്. ഇത് സാധാ ഓറഞ്ചിൻ്റെ തൈയാണിത്. ഇത് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, തൊണ്ട് കട്ടി കൂടുതലുള്ള സൈസ് ഓറഞ്ചായത്. ഇത് ചെറിപ്പേരക്കാന്ന് പറയും, പല സ്ഥലത്തും പല പേരാട്ടോ. ഇതൊരു ചെറിയ പുളിയുള്ള പേരക്ക. ഇത് ക്യാറ്റ് ഫ്രൂട്ട്. ഇത് ഒരു വട്ടം പൂത്തിരുന്നു, പക്ഷെ കായ് പിടിച്ചിട്ടില്ല ഇതുവരെ. ഈ മാവിൽ ഒരു വട്ടം മാങ്ങ ഉണ്ടായി, പിന്നെ ഇത് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഒരു വലിയ തരം മാങ്ങയാണിത്. ഇത് വന്നിട്ട് ചുവന്ന ചുളയുള്ള ചക്കയാന്ന് പറഞ്ഞിട്ട് എൻ്റെ തൈ വാങ്ങിക്കൊണ്ട് നട്ടതാണ്. ഇതുവരെ വലിയ ചക്ക ഉണ്ടായിട്ടില്ല, പക്ഷെ എന്തായാലും അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, അവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ടായി കാണുന്നുണ്ട്. ഇത് നമ്മളെ സാധാ ബട്ടർ തന്നെ കേട്ടോ, പച്ച കളറുള്ള ആ ബട്ടർ തന്നെയാണിത്. ഓറഞ്ചിൻ്റെ തൈ ഉണ്ട്. അതുപോലെ ഇവിടെ റംബുട്ടാൻ. ഇതാണ് പുലാസ എന്ന് പറയുന്ന സാധനം. പുലാസ ഞാൻ ഇതുവരെ തിന്നിട്ടില്ല, തൈ വാങ്ങി നട്ടാണ്. എന്തായാലും ഒരു വട്ടം കാര്യം ഉണ്ടായിരുന്നു, ഇപ്പം പൂത്തിട്ടുണ്ട് സാധനം. ഈ പുലാസാനും റംബൂട്ടാനും ലിച്ചിയൊക്കെ ഏകദേശം ഒരേ വർഗത്തിൽപ്പെട്ട സാധനങ്ങളാണ്, ഒരേ പഴവർഗ്ഗങ്ങളാണ്. കണ്ടാൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. റംബൂട്ടാനാണ്. റംബൂട്ടാൻ്റെ 3-4 മരമുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഇത് മുസംബീൻ്റെ തൈ ഞാൻ വാങ്ങി നട്ടതായിരുന്നു. കുറേ ഉണ്ടായിരുന്നു, നല്ല മധുരം വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല മധുരമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് സാധനം. ഇത് നല്ല മധുരമുണ്ട് ഇപ്പോൾ. കുറേ കഴിച്ചിരുന്നു കേട്ടോ പ്രാവശ്യം. പിന്നെ ഇത് നമ്മൾ വെള്ളം കലക്കുന്ന ഒരു തരം നാരങ്ങയാണ്, ചെറുനാരങ്ങയല്ല, അതിൻ്റെ വേറൊരു മോഡൽ. ഇപ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ട് കുറേ. ഇത് ജാതിക്കയുടെ തൈയാണ്. പിന്നെ ഇതും കുറേ വട്ടമായിട്ട് നമുക്ക് മാങ്ങ കിട്ടിയിരുന്നു കേട്ടോ ഈ മാവിന്ന്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കിളിച്ചൂട്ടം പോലെ നല്ല മരത്തിൽ നിന്നിട്ട് തന്നെ നല്ല പഴുത്ത് കിട്ടുന്നൊരു മാങ്ങയത്. ഇത് ഞാൻ വാങ്ങി നട്ടൊരു പ്ലാവൻ തൈ തന്നെയാണ്. എല്ലാ ടൈമിലും ചക്ക ഉണ്ടാകുന്നൊരു പ്ലാവ് അത്. ഇത് സപ്പോട്ടയുടെ മരം. സപ്പോട്ട മരം 2 ഉണ്ട്. ഇത് ഉറുമാൻ എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങ എന്ന് പറയുന്നുണ്ട്. 2-3 മരം ഉണ്ട് ഇതിൻ്റെ, ഈ ഉറുമാൻ്റെ. ഇതാണ് എൻ്റെ ആപ്പിൾ മരം. ഇതിൽ ഇപ്രാവശ്യം ഒരു ആപ്പിൾ കിട്ടിയിരുന്നു കേട്ടോ. ഇതാണ് ആപ്പിളിൻ്റെ മരം. ഇത് സ്റ്റാർ ഫ്രൂട്ട് പ്രാവശ്യം കുറേ വെട്ടിയതാണ് കൊമ്പുകൾ. ഈ ഭാഗത്തേക്കുള്ള കൊമ്പൊക്കെ കുറേ വെട്ടി ഒഴിവാക്കി. ഇത് സ്ട്രോബെറി കുറേ ഉണ്ടായിരുന്നു, ഇതിനൊക്കെ ഒഴിവാക്കിയതാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ രസം. കണ്ടോ, പേരക്ക പറിക്കാൻ വേണ്ടിയിട്ട് അനിയന്മാരുടെ മക്കളും മോളുടെ കുട്ടികളും എല്ലാവരും കൂടി സ്വന്തം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ കൂടി പറിച്ചു തന്നാലോ. വലിയ റംബൂട്ടാൻ്റെ മരം പടിയുണ്ട്. ഇത് നാസർ മാനുഖാൻ്റെ വീട്ടിൽ ചെറിയ തൈ കൂടെ നട്ടാൽ അതൊക്കെ ഇത് നല്ല വലിപ്പായിപ്പോയി. ലിച്ചിയുടെ മരം കണ്ട അങ്ങനെ പടന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഇതുവരെയും കായ്ച്ചിട്ടില്ല, നല്ല
പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഈ സാധനം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ കേട്ടോ എൻ്റെ വീട്ടിൽ തൽക്കാലമായിട്ട് ഉണ്ടായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകൾ. ഫ്രൂട്ട്സിൻ്റെ തൈകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എവിടെ കണ്ടാലും വാങ്ങിയിട്ട് വരും. അന്വേഷിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി മോഡലുകൾ കണ്ടാൽ ഇനിയും വാങ്ങിയിട്ട് വരണം. ഉള്ള സ്ഥലത്തൊക്കെ അങ്ങ് നടുക തന്നെ.